ഏവർക്കും പ്രൈം PSCയുടെ ഇൻ്റർവ്യൂ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, LD ടൈപ്പിസ്റ്റ് തുടങ്ങിയ വിവിധ പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയ ഹൃദ്യയാണ്. ഹൃദ്യ, ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. 1ാം റാങ്ക് നേടാൻ വേണ്ടി ഹൃദ്യ ഫോളോ ചെയ്തൊരു പഠന രീതി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ പഠന രീതി? അതൊന്ന് ചുരുക്കി പറയാമോ? ഞാൻ നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് LD ടൈപ്പിസ്റ്റ് ആയിട്ടാണ്. അവിടെ എനിക്ക് 11ാമത്തെ റാങ്കാണ് ഉണ്ടായിരുന്നത്. പ്രൈമിൻ്റെ ഓൺലൈൻ ക്ലാസ്സും ടെക്സ്റ്റ് ബുക്കും മാത്രം പഠിച്ചിട്ടാണ് ഈ ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ 50 മാർക്കിൽ മാക്സിമം ഒരു 45 എബോവ് എനിക്ക് മാർക്ക് സ്കോർ ചെയ്തിട്ട് അവിടെ കയറാനായിട്ട് പറ്റിയത്. ഞാൻ ആദ്യമായിട്ട് ഇത് ടൈപ്പിസ്റ്റിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് പ്രൈമിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷനിലുള്ള ബുക്ക് വാങ്ങി. പക്ഷെ അത് വായിച്ചു തുടങ്ങിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ഞാൻ പ്രൈമിൻ്റെ ക്ലാസ് കോണ്ടാക്ട് ചെയ്ത് നോക്കി. അപ്പം ആ സമയത്ത് ഇത് തുടങ്ങിയിട്ടില്ലായിരുന്നു, ബാച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ തന്നെ ആപ്പിലുള്ള നേരത്തെ ചെയ്തിട്ടുള്ള ക്ലാസ് ഉണ്ടെന്ന് കിടപ്പോട്ട് അത് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ക്ലാസ് എടുത്ത് അത് കേട്ട് അത് ഓരോ ക്ലാസ് കേട്ടിട്ട് ടെക്സ്റ്റ് വായിക്കുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് കേട്ട് പിന്നെ ഈ ടെക്സ്റ്റ് വായിക്കുമ്പം മാക്സിമം എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും ഈ ടെക്സ്റ്റിലും വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ മാത്രമേ വരുന്നുണ്ടായിരുന്നു, എല്ലാം അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. ഈ ടെക്സ്റ്റ് ഞാൻ കുറേ വട്ടം കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ടൈപ്പിസ്റ്റിന് വേറെ പുസ്തകം ഒന്നും വാങ്ങിച്ചിട്ടില്ല. പ്രൈമിൻ്റെ ടെക്സ്റ്റ് മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് അതാണ് വർക്കൗട്ട് ചെയ്യാം. ഇവിടെ പ്രൈമിൻ്റെ തന്നെ എക്സാമിനോട് അടുപ്പിച്ച് മോക്ക് ടെസ്റ്റിൻ്റെ ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതും ചെയ്തു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അത് നല്ല ഓരോ സെക്ഷനിൽ നിന്ന് 10 മാർക്ക് വീതം ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാവാൻ പറ്റും. പ്രൈം PSCയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ പഠനത്തിന് എത്രത്തോളം ഹൃദ്യയ്ക്ക് പ്രയോജനപ്പെട്ടു? പ്രധാനമായിട്ട് ഞാൻ ജനറൽ PSC നോക്കിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അതിനുശേഷം ഈ ഒരു ബൾക്കായിട്ട് ഈ എക്സാമൊക്കെ വന്നപ്പോഴാണ് ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അതിൽ ജനറൽ PSCയുടെ 50 മാർക്ക് സെക്ഷൻ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ബാക്കി 50 മാർക്കിനുള്ളതാണ് എങ്ങും അധികം ക്ലാസ്സുകളൊന്നും കിട്ടാതിരുന്നത്. ആ 50 മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പ്രൈം PSCയുടെ ക്ലാസ് എനിക്ക് ടെക്സ്റ്റും ഓൺലൈൻ ക്ലാസ്സും എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടതാണ്. പ്രൈം PSCയുടെ ഓൺലൈൻ ക്ലാസ്സും റാങ്ക് ഫയലും ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ഇതൊക്കെ എന്താണ് പറയാനുള്ളത്? അവർക്കൊരു മോട്ടിവേഷൻ എന്ന രീതിയിൽ എന്താണ് നൽകാനുള്ളത്? പ്രൈമിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രൈമിൻ്റെ ഓൺലൈൻ ക്ലാസ് കറക്റ്റ് കേട്ട് അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അത് മനസ്സിലാക്കി അതിലും തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതും പിന്നെ അത് പ്രൈമിൻ്റെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഇപ്പം ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ച സമയത്ത് അന്ന് ഒരു ക്വസ്റ്റ്യൻ ബാങ്കും കൂടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ടൈപ്പിസ്റ്റിൻ്റെ എല്ലാ പോസ്റ്റും. ഹൃദ്യയുടെ അനുഭവങ്ങൾ ഇനി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കൊരു പ്രചോദനമാവട്ടെ. ഇനിയും ഹൃദ്യ ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.